ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ബമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നല്ല വേനൽ ചൂടൊക്കെ നല്ല കടുത്ത് വരുന്ന ഒരു സമയമല്ലേ? ആ സമയത്ത് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരുപോലെ തണുപ്പിക്കാനായിട്ട് നല്ലൊരു അടിപൊളി ഒരു ജ്യൂസ് റെഡിയാക്കി എടുത്താലോ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉണ്ടാക്കാനായിട്ട് നമ്മൾ പുതിനയുടെ ഇല തണ്ടൊക്കെ കളഞ്ഞ ഇല മാത്രം ഒന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ഇല എടുക്കുന്ന കേട്ടോ നല്ലത്. ഞാനൊരു ബൗൾ ഇല എടുത്തിട്ടുണ്ട്. 4 ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു 4 പേർക്ക് കുടിക്കാനുള്ള ജ്യൂസാണ്. അപ്പൊ ഞാനൊരു 4 ചെറിയൊരു അത്യാവശ്യം മീഡിയം സൈസുള്ള നാരങ്ങയിട്ട് എടുത്തിട്ടുള്ളത് 4 എണ്ണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയ്ക്ക് ഒരു അളവൊന്നുമില്ല, നമുക്ക് ജ്യൂസിന് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ജ്യൂസിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂണിന് താഴെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പൊ ജ്യൂസ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. എന്നിട്ട് ഇത് മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് പുതിനയുടെ ഇല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കായി, മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 4 നാരങ്ങ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ജ്യൂസ് 2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോഴായിട്ട് ഈ പൊതിയിൽ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് ചേർന്ന് പിടിച്ചു വരുള്ളൂ. മിന്റ് ലൈം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒന്ന് അരിച്ചൊഴിക്കുക. അതിന്റെ ആ ചണ്ടിയില്ലേ അതൊന്ന് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മിന്റ് ലൈം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ മിന്റ് ലൈം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ, ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.